ഇറ്റലി നോർത്തേൺ അയർലൻഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ ആദ്യ കടന്നിരിക്കുകയാണ്. ഇറ്റലിയെ സംബന്ധിച്ച് ഇനി അടുത്ത മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേൾഡ് കപ്പിന് ക്വാളിഫൈ നേടാം. കഴിഞ്ഞ 2 വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാതെ പോയ ടീമാണ്. അപ്പോൾ ഇത്തവണ വേൾഡ് കപ്പിന്റെ ആ ഒരു ക്വാളിഫിക്കേഷന്റെ തൊട്ടരികിലാണ് ഇറ്റലി ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു നോർത്തേൺ അയർലൻഡ് ഇറ്റലി മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒപ്പം ഇറ്റലിയുടെ അടുത്ത എതിരാളികൾ അതാരാണ്, ആ മത്സരം ജയിച്ചാലേ ഇറ്റലി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യത്തുള്ളൂ, ആ ടീം ഏതാണ് എന്നത് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇന്നത്തോടു കൂടി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 6 മാസം തികഞ്ഞിരിക്കുകയാണ്. കൃത്യം 6 മാസം ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ 600 സബ്സ്ക്രൈബ് പോലും നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി നോക്കാം, നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു നോർത്തേൺ അയർലൻഡ് അതുപോലെ തന്നെ ഇറ്റലി മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സ് നോക്കാം. ആദ്യമേ തന്നെ പറയാം, ഇറ്റലി അവരുടെ ആ ഒരു നാച്ചുറൽ ഫുട്ബോൾ ഉണ്ട്. അവർ പണ്ട് മുതലേ കളിക്കുന്ന ആ ഒരു ഡിഫെൻസീവ് ഗെയിം അത് തന്നെയാണ് ഈ മാച്ചിൽ ഭൂരിഭാഗം സമയവും ഇറ്റലി കളിച്ചിരുന്നത്. ഡിഫെൻസീവ് ആയിട്ട് ഇറ്റലിക്ക് വലിയ രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇറ്റലിയുടെ ഒരു ഗെയിം സ്റ്റൈൽ നോക്കുന്ന സമയത്ത് ആ ഒരു ഡിഫൻസ് പിടിച്ച് കളിക്കുക, 3 ബാക്കിനെ വെച്ചായിരുന്നു ഈ മാച്ചിൽ ഇറ്റലി കളിച്ചിരുന്നത്. ഡിഫൻസ് പിടിച്ച് തന്നെ കളിക്കുക. ഒപ്പം ഡിഫൻസിനും ആ ഒരു മിഡ്ഫീൽഡിൽ കളിക്കുന്ന പ്ലേയേഴ്സിനും തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർ തമ്മിലുള്ള ആ ഒരു പാസിംഗ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. സാധാരണ നമ്മൾ ഒരു ടീം ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ തന്നെ ആ ഒരു ബോൾ കൺട്രോൾ ചെയ്യും, ഇല്ലെങ്കിൽ ബാക്കിൽ കൊടുത്തിട്ട് സെൻറ്റർ ബാക്ക് പ്ലേയേഴ്സ് ഒരു ബിൽഡപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഒരു മിഡ്ഫീൽഡേഴ്സും ആ ഒരു സെൻറ്റർ ബാക്ക് പ്ലേയേഴ്സും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഗ്രൗണ്ടിൽ. അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. സെൻറ്റർ ബാക്കിൽ 3 പേരാണുള്ളത്. അപ്പോൾ വിങ്ങിലോട്ട് ഒരു പ്ലെയർ കയറുന്ന സമയത്ത് ആ ഒരു സെൻറ്റർ ബാക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മിഡ്ഫീൽഡേഴ്സ് ആ ഒരു പൊസിഷൻ കവർ ചെയ്യുന്നു. അങ്ങനെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു മിഡ്ഫീൽഡിലും ആ ഒരു ഡിഫൻസീവ് പാർട്ടിലുമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ലോങ് ബോൾ, ഡയറക്റ്റ് ഫുട്ബോൾ ആയിട്ടുള്ള ആ ലോങ് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ ഇൻസിഡന്റ് ലോങ് ബോളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിങ്ങുകളിലൂടെ അറ്റാക്ക് ചെയ്യുക. ആദ്യ പകുതിയിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടത് അതായിരുന്നു. വിങ് മാത്രം കേന്ദ്രീകരിച്ച് വിങ്ങിലോട്ട് ബോൾ പോകുന്നു, അവിടെ നിന്ന് ഒരു ക്രോസ് വരുന്നു, ക്ലിയർ ചെയ്യപ്പെടുന്നു. ഇത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ചിലതൊക്കെ ഹെഡ് ചെയ്ത് ഒരു പോസ്റ്റോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെറ്റ് പീസുകളും ഓരോ കോർണേഴ്സുകളും ഇവർ കോർണേഴ്സ് കുറേ ഈ മാച്ചിൽ വാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ കോർണേഴ്സ് ഇറ്റലിക്ക് ലഭിച്ചിരുന്നു. ആ കോർണേഴ്സ് എല്ലാം നല്ല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കോർണേഴ്സ് തന്നെ ആയിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. ആൾമോസ്റ്റ് 90% എടുത്തിട്ടുണ്ടായിരുന്ന സെറ്റ് പീസുകൾ, കോർണർ ആയാലും ശരി ഫ്രീ കിക്ക് ആയാലും ശരി, രണ്ടും ഒരു ഡേഞ്ചർ സോണിലേക്ക് തന്നെയായിരുന്നു അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നോർത്തേൺ അയർലൻഡിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർ ഭയങ്കര ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിം ഒന്നും അല്ല അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് ബോൾ എടുക്കുക, അറ്റാക്കിങ്ങിലേക്ക് കൊടുക്കുക, ഒരു പാസ് ചെയ്തുള്ള ഒരു ബിൽഡപ്പ്, മിഡിൽ കുറച്ച് പാസ് ചെയ്തുള്ള ബിൽഡപ്പുകൾ അവർ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. 1 ടച്ച് 2 ടച്ച് പാസുകൾ കുറച്ച് കൂടുതലായിട്ട് കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇറ്റലിയുടെ ആ ഒരു ലെവലിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് പറയുമ്പോൾ 2 ടീമും ഒപ്പത്തിനൊപ്പം നിന്ന ഒരു മേഖലയുണ്ട്, അതാണ് ഫിസിക്കലി 2 ടീമും ഒരേപോലെ ഒപ്പത്തിനൊപ്പം നിന്നു എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫിസിക്കലി 2 ടീമും ഒപ്പത്തിനൊപ്പമായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറ്റാലിയൻ താരങ്ങളെ നമുക്കറിയാം, വളരെ ഹൈറ്റ് ഉള്ള താരങ്ങളാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫിസിക്കലി കളിക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലേയേഴ്സാണ്. മറുഭാഗത്തും അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഫിസിക്കലി കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിലുള്ളൊരു ഫിസിക്കൽ ബാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ വഴക്കുകൾ, അടികളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയ തട്ടിക്കയറൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫിസിക്കലി 2 ടീമും അവരുടെ ആ ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജ് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു സംശയവുമില്ല, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. ഞാൻ ഈ നോർത്തേൺ അയർലൻഡിൻ്റെ പ്ലേയേഴ്സിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് ഇറ്റാലിയൻ പ്ലേയേഴ്സിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാനുള്ളത്. ആദ്യമേ പറയാം, ഡൊണാറുമ കളിയുടെ അവസാനത്തിൽ ഒരു 80 മിനിറ്റിനൊക്കെ ശേഷം ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പണന്റ് ടീമിന്റെ പ്ലെയറിലേക്കാണ് ആ ഒരു ബോൾ പാസ് ചെയ്തിരുന്നത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഡൊണാറുമ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഡൊണാറുമയിലേക്ക് ബാക്ക് പാസ് വരുന്ന സമയത്ത്
എവിടെയോ ഇപ്പം പോകുമോ, ഇപ്പം മിസ്സാകുമോ എന്നൊരു ഫീല് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഡൊണറുമ അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഡൊണറുമയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു മാച്ചിൽ 7.1 റേറ്റിംഗ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു മേഖലയാണ് ഡിഫൻസിൽ കളിച്ച 3 പേരും ഒന്നിനൊന്നിന് മികച്ച പെർഫോമൻസ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കാലിഫോറി വേറെ ലെവൽ കളിയായിരുന്നു സത്യം പറഞ്ഞാൽ. ആ ഡിഫൻസിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചത് കാലിഫോറിയാണ്. ഈ മാച്ചിൽ 7.8 റേറ്റിംഗ് ഉണ്ടായിരുന്നു. അറിയാലോ ഏത് ക്ലബിലാണ് കളിക്കുന്നത്, എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ കാലിഫോറിയുടെ ഭാഗത്ത് നിന്ന് വളരെ മികച്ചൊരു ബ്രില്യൻ പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫിസിക്കലിയും മികച്ചതാണ്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ്, വിങ്ങിലേക്കുള്ള ബോൾ സപ്ലൈ, ഇതൊക്കെ അത്യാവശ്യം നന്നായിരുന്നു കാലിഫോറിയുടേത്. പിന്നെ ബെസ്റ്റോണിയാണ് സെന്ററിൽ നിന്നിരുന്ന സെന്റർ ബാക്ക്. ബെസ്റ്റോണിയെ സംബന്ധിച്ച് ഒരു പ്രഷറും ഇല്ലാതെയാണ് ബെസ്റ്റോണി ആ സെന്ററിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാച്ചിൽ 7 റേറ്റിംഗ്. എന്നാൽ പോലും ബെസ്റ്റോണി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. ബെസ്റ്റോണി എത്രയോ ഒരു 70 മിനിറ്റിന് മുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നാണ് ഓർമ്മ. അപ്പോൾ ബെസ്റ്റോണി ഈ ഒരു മാച്ചിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിഫൻസിൽ ഒരു ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റുന്നത് ബെസ്റ്റോണിയാണ്. കാരണം ബെസ്റ്റോണി ആ ഒരു സെന്റർ മേഖലയിലാണ് ബെസ്റ്റോണി ഉണ്ടായിരുന്നത്. ബെസ്റ്റോണി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡറിനെയും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ബെസ്റ്റോണിയുടെ ആ ഒരു സ്ട്രോങ് മെന്റാലിറ്റി നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബെസ്റ്റോണി അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഉപയോഗിച്ചിരുന്നു, കുറച്ച് ഫൗളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ 2-3 നല്ല ഹെഡേഴ്സും നമുക്ക് ബെസ്റ്റോണിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഉണ്ട്, സാന്ദ്രോ ടൊണാലി. വാട്ട് എ പ്ലെയർ! എന്താ കളി, വേറെ ലെവൽ. ഫസ്റ്റത്തെ ഗോൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗോളുകളിലേക്ക് വരുന്ന സമയത്ത് 50-ാം മിനിറ്റിലാണ് യഥാർത്ഥത്തിൽ കളി സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 50-ാം മിനിറ്റിൽ ആദ്യം ഓപ്പണന്റ് ടീമിന്റെ ഒരു മിസ്റ്റേക്ക് കിട്ടുന്നു. ആ ഒരു ബോളുമായിട്ട് പോയിട്ട് അത് പക്ഷെ കീപ്പർ നേരെ വന്ന് ചലഞ്ച് ചെയ്ത് എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് തൊട്ടടുത്ത നിമിഷം മോയിസ് കീനിന് ഒരു ബോൾ കിട്ടുന്നു. മോയിസ് കീന്റെ നല്ലൊരു ഷൂട്ടായിരുന്നു, അത് കീപ്പർ സേവ് ചെയ്യുന്നു. അതിനുശേഷമാണ് ആ ഒരു ഗോൾ വരുന്നത്. ഒരു ബാക്ക് ബോൾ വരുന്നു, അതിനെ പെർഫെക്റ്റ് ഫിനിഷാണ്, ഒരു ബാങ്ങറാണ് അടിച്ചങ്ങ് കയറ്റിയത്. ഒരു ബൗൺസിങ് ഷോട്ട് ആയതുകൊണ്ട് തന്നെ കീപ്പറിന് അത് സേവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അത് ഗോളായി മാറി സാന്ദ്രോ ടൊണാലി. അതുപോലെ തന്നെ രണ്ടാമത്തെ ആ ഒരു ഗോള്, 80-ാം മിനിറ്റിലാണ് ആ ഒരു ഗോൾ വരുന്നത്. ആ ഒരു ഗോളിന് കൊടുത്തിട്ടുള്ള പാസ് എന്തോന്നടേ അത്, എന്തോന്ന് പാസ് അത്, പാസ് കൊടുത്തിട്ട് അവിടെ ഇടിച്ച് വീണു. സാന്ദ്രോ ടൊണാലി അവിടെ ഇടിച്ച് വീണു. അതിനുശേഷം മോയിസ് കീന് ഫസ്റ്റ് ടച്ച്, അത് ഒരു ഫെദർ ടച്ച് പോലത്തെ സാധനമാണ്. അതിനുശേഷം ബോൾ ബൗൺസ് ആകുന്ന സമയത്ത് അവിടെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന പ്ലെയറിനെ ബീറ്റാക്കി. അതിനുശേഷം ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പറിന് ഒരു ചാൻസും ഇല്ല. പോസ്റ്റിൽ തട്ടിയിട്ടാണ് അത് അകത്തേക്ക് പോകുന്നത്. ഒരു ചാൻസും കൊടുക്കാതെ ഒരു സൂപ്പർ ഫിനിഷിംഗ് ആയിരുന്നു മോയിസ് കീന് നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ഗോളിൽ. പിന്നെ ഡിഫൻസിൽ കളിച്ചിരുന്ന മാൻസിനി വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു മാൻസിനി കളിച്ചിരുന്നത്. 7.5 മാൻസിനിയുടെ ഈ ഒരു മാച്ചിലെ റേറ്റിംഗ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഡിഫൻസീവ് വർക്കും ഒപ്പം അറ്റാക്കിങ്ങിലേക്ക് പല ബോളുകളും, അതായത് വിങ്ങിലേക്ക്, എസ്പെഷ്യലി വിങ്ങിലേക്ക് നല്ല ബോളുകൾ നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു മാൻസിനി. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ഡിഫൻസ് 3 ബാക്ക് വെച്ച് കളിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഒരു മിഡ്ഫീൽഡർ പോയിട്ട് ബോൾ വാങ്ങി കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിന് വലിയ രീതിയിൽ സഹായിച്ചിട്ടുള്ളത് ലോക്കറ്റെല്ലിയാണ്. ലോക്കറ്റെല്ലി നല്ല രീതിക്ക് ആ ഒരു പൊസിഷനിൽ പോയിട്ട് ബോൾ എടുത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ലോക്കറ്റെല്ലി കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിം ഉണ്ടായിരുന്നത്. അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു ഡിഫൻസിനും ആ ഒരു മിഡിലും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം, അത് ഈ ഒരു സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരുടെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ 3 ബാക്കിനെ വെച്ച് കളിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. കാരണം 4 ബാക്കിനെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ 2 വിങ് ബാക്കുകൾ 2 സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെന്ററിൽ 2 പ്ലേയേഴ്സ് വരും. 3 ബാക്കിനെ വെച്ച് കളിക്കുമ്പോൾ ഒരു പ്ലെയർ ആണ് സെന്ററിൽ വരുന്നത്. ഈ 2 വിങ് ബാക്ക്, അതായത് ഈ 2 സെന്റർ ബാക്ക് കുറച്ച് വൈഡായിട്ട് പോകുമ്പോൾ സെന്ററിൽ ഒരു ഗ്യാപ്പ് എന്തായാലും കാണും. കാരണം ആ ഒരു പ്ലെയർ അല്ലേ ഉള്ളൂ. അപ്പോൾ ആ പ്ലെയറെ കുറച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു ഗ്യാപ്പ് വരും. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടാണ് ഈ താരങ്ങൾ ചെയ്തിട്ടുള്ളത്. ടൊണാലിയും ചില സമയങ്ങളിൽ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയറാണ് ദിമിറ്റർക്കോ. വാട്ട് എ പ്ലെയർ, വാട്ട് എ പെർഫോമൻസ്. 7.8 ഡിമാർക്കോയുടെ ഈ ഒരു മാച്ചിലെ റേറ്റിംഗ് എന്ന് പറയുന്നത്. 7.8. ഡിമാർക്കോ അസാധ്യ പ്ലെയറാണ്. ഡിമാർക്കോയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വിങ് ബാക്ക് ആണ്, പക്ഷെ
കുറച്ചുകൂടി അറ്റാക്കിംഗ് ടെൻഡൻസി ഉള്ള നല്ല ക്രോസുകൾ കൊടുക്കാൻ പറ്റുന്ന സെറ്റ് പീസുകൾ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വിങ് ബാക്ക് ആണ്. ഈ ഒരു മാച്ചിൽ ഒരു 5 മിഡായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ. അപ്പോൾ രണ്ടുപേരും വിങ് ബാക്ക് പോലത്തെ പ്ലേയേഴ്സ് ആണ്. അവർ കയറി ഇറങ്ങി കളിക്കുന്ന ടൈപ്പ് പ്ലേയേഴ്സ് ആണ്. പക്ഷേ അവരൊരു വിങ് മിഡ് ഫീൽഡേഴ്സ് പോലെ കളിപ്പിച്ചു അവരെ. അപ്പോൾ ആ ഒരു പൊസിഷനിലായിരുന്നു ഡിമാർക്കോ ഉണ്ടായിരുന്നത്. ഡിമാർക്കോ എൻ്റെ ഒരു ഫേവററ്റ് പ്ലെയർ ആണ് ഡിമാർക്കോ. കാരണം ആ ഒരു ഡിമാർക്കോയ്ക്ക് നല്ലൊരു ഗെയിം സ്റ്റൈൽ ഉണ്ട് ഡിമാർക്കോയ്ക്ക്. അതാണ് എന്നെ ആകർഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഫിസിക്കലി നന്നായിട്ട് കളിക്കും. ഒപ്പം ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ബോക്സിനകത്ത് ബോൾ റിസീവ് ചെയ്യുന്നതിൽ ഒരു പിഴവ് താരം വരുത്തിയിട്ടുണ്ട്. അതല്ലാതെ എടുത്തു പറയാനായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. 7.8 ഈ മാച്ചിൽ ഒരു സ്റ്റാർ പ്ലെയർ അത് സാന്ദ്രോ ടൊനാലി തന്നെയാണ്. അദ്ദേഹത്തിന് 8.3 എന്തോ ആണ് റേറ്റിംഗ്. വളരെ മികച്ച പെർഫോമൻസ്, വളരെ ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു സാന്ദ്രോ ടൊനാലിയുടെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വേറെ ലെവൽ കളി. ഫസ്റ്റത്തെ ഗോൾ ഓക്കെ, സെക്കൻഡത്തെ ആ ഒരു അസിസ്റ്റ്. സാന്ദ്രോ ടൊനാലി കളിക്കുന്നത് ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന് വേണ്ടിയാണ്. നമ്മൾ കുറേ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ഒക്കെ ഈ ഒരു ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ചിലരെ കണ്ടു കാണും. അപ്പോൾ അതിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു പേരാണ് സാന്ദ്രോ ടൊനാലി. വളരെ മികച്ച പ്ലെയറാണ്, വേൾഡ് ക്ലാസ് പ്ലെയറാണ്. താരത്തെ ന്യൂകാസ്റ്റൽ റിലീഫ് ചെയ്യത്തില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. റിലീഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വലിയ ടീമിൽ താരത്തെ കാണാൻ കഴിയും. ന്യൂകാസ്റ്റൽ വലിയ ടീമൊന്നും അല്ലെന്നല്ല, അവർ സ്ഥിരമായിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ടൈപ്പ് ഒരു ടീം അല്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടീമിൽ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും. മിഡ്ഫീൽഡിന് ആവശ്യമുള്ള കുറേ വലിയ ടീമുകൾ ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ റാഞ്ചാനുള്ള സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അത് മാത്രമല്ല, ഇനി അടുത്ത മാച്ച് അത് ആർക്കെതിരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ്നിയക്കെതിരെയാണ്. ഹെർസഗോവിന അങ്ങനെ എന്തൊരു ടീമാണ് ബോസ്നിയക്കെതിരെയാണ് മാച്ച് വരുന്നത്. വെയിൽസ് ബോസ്നിയ മത്സരം 1-1 സമനിലയായി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബോസ്നിയ 4-2 എന്താ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ബോസ്നിയാണ് അടുത്ത എതിരാളികൾ. ബോസ്നിയനെയും തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റലി വേൾഡ് കപ്പിന്, കഴിഞ്ഞ 2 വേൾഡ് കപ്പിന് ശേഷം വീണ്ടും ഇറ്റലി ആ ഒരു വേൾഡ് കപ്പിന് വരികയാണ്. അസുറിപ്പട വേൾഡ് കപ്പിന് വരികയാണ്. ഇറ്റലി വേണം, വേൾഡ് കപ്പ് കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ്, സാധാരണ ഓഫൻസീവ് ഗെയിം ഉണ്ടല്ലോ, അറ്റാക്കിംഗ് ഗെയിം, ബോൾ പൊസിഷൻ വെച്ചുള്ള കളി, ഇതൊക്കെയാണ് ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഡിഫൻസും ബ്യൂട്ടി ഉണ്ട്. ഡിഫൻസിനും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഡിഫൻസ്. ഡിഫൻസ് ഈസ് എ ആർട്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ടീമാണ്. അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ടീമാണ് ഇറ്റലി. അതുകൊണ്ട് തന്നെ ഇറ്റലി വേൾഡ് കപ്പ് കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോയെക്കുറിച്ച്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, എല്ലാത്തിനെയും കുറിച്ചുള്ള ഒപ്പീനിയൻ കമൻറ്റ് ബിലോ നമുക്ക് പറ്റുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.